സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കണ്ണൂർ പോലീസ് മൈതാനിൽ 7 ദിവസങ്ങളായി നടന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള സമാപിച്ചു. ഡോക്ടർ വി ശിവദാസൻ എം.പി. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മികച്ച സ്റ്റാളുകൾക്കും മാധ്യമങ്ങൾക്കുമുള്ള പുരസ്കാരങ്ങൾ മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി വിതരണം ചെയ്തു. എന്റെ കേരളം പ്രദർശനവേളയിലെ മികച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം കണ്ണൂർ വിഷൻ ബ്യൂറോ ചീഫ് മനോജ് മയിലിന് ലഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ 9 വർഷത്തെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാൻ ആയിരങ്ങളാണ് പോലീസ് മൈതാനിയിലേക്ക് ഒഴുകിയെത്തിയത്. പ്രദർശന വിപണനമേളയുടെ സമാപനം ഡോക്ടർ വി ശിവദാസൻ എം.പി. ഉദ്ഘാടനം ചെയ്തു. വികസനത്തിന്റെ ഓരോ മേഖലയിൽ നോക്കുമ്പോഴും കേരളം പുരോഗതിയുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എം.പി. പറഞ്ഞു. കെ-ഫോണിലൂടെ എല്ലായിടത്തും ഇന്റർനെറ്റ് സൗകര്യം ഉറപ്പാക്കി വിവരസാങ്കേതിക രംഗത്ത് കേരളത്തിന്റെ കുതിച്ചുചാട്ടം സാധ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. അഭിമാനിക്കാൻ പറ്റുന്ന ഒരുപാട് നേട്ടങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പകർന്നു തന്നുകൊണ്ട് കാണിച്ചു തന്നുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിൽ നിന്ന് ലോകത്തെ നോക്കുമ്പോൾ നമുക്ക് കേരളം എത്രമേൽ മുകളിലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. കേരളത്തിൽ നിന്ന് ലോകത്തെ നോക്കുമ്പോൾ മാത്രമല്ല, ലോകത്തിന്റെ ഏത് കോണിൽ നിന്നോ കേരളത്തെ നോക്കുമ്പോഴും കേരളം എങ്ങനെയാണോ വേറിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളം എന്നുള്ളത് ഇന്ന് പുരോഗതിയുടെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സഞ്ചാരത്തിന്റെ പദ എങ്ങനെയാണോ കേരളം രൂപപ്പെടുത്തുന്നത്, കേരളത്തിന്റെ മനുഷ്യ വിഭവശേഷിയെ, കേരളത്തിന്റെ ചെറുപ്പക്കാരെ ഈ നാട്ടിൽ തൊഴിൽ കൊടുത്തു നിർത്തണം എന്ന ആഗ്രഹത്തോട് ചേർത്ത് നിർത്തിയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ചില സ്ഥലങ്ങളിലൊക്കെ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയും പ്രായം ചെന്ന അച്ഛനും അമ്മയും മാത്രമായിട്ട് താമസിക്കേണ്ടുന്ന സ്ഥിതിവിശേഷം ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുറച്ച് സ്ഥലത്തെങ്കിലും ഉണ്ട്. അത് മാറ്റി തീർക്കണമെങ്കിൽ, നമ്മുടെ ചെറുപ്പക്കാരികളെ നിലനിർത്തണമെങ്കിൽ പശ്ചാത്തല സൗകര്യ വികസനം ഉണ്ടാവണം. ആ പശ്ചാത്തല സൗകര്യ വികസനം എങ്ങനെയാണോ മികച്ച റോഡുകൾ, മികച്ച റെയിൽ യാത്രാ സംവിധാനം, മികച്ച ഇന്റർനെറ്റ് ഫെസിലിറ്റി, വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ഇന്റർനെറ്റ് ഫെസിലിറ്റി, അതിനൊപ്പം അവർക്ക് കമ്മ്യൂണിക്കേഷനുള്ള ഏറ്റവും വിപുലമായ സൗകര്യങ്ങൾ, ഈ സൗകര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള വിപുലമായ പദ്ധതി കേരളത്തിൽ തയ്യാറാക്കപ്പെടുന്നു. കെ-ഫോൺ കേരളത്തിന്റെ മാതൃകയാണ്. എല്ലാ വീട്ടിലും ഇന്റർനെറ്റ്. പരിപാടിയിൽ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട മികച്ച സ്റ്റാളുകൾക്കും മാധ്യമങ്ങൾക്കുമുള്ള പുരസ്കാരം മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി സമ്മാനിച്ചു. എന്റെ കേരളം പ്രദർശനമേളയിലെ മികച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം കണ്ണൂർ വിഷൻ ബ്യൂറോ ചീഫ് മനോജ് മയിലിന് ലഭിച്ചു. അച്ചടി മാധ്യമം സമഗ്ര കവറേജ് ദേശാഭിമാനി ദിനപത്രവും ദൃശ്യമാധ്യമ വിഭാഗത്തിൽ സിറ്റി വിഷനും പുരസ്കാരം നേടി. അച്ചടി മാധ്യമ വിഭാഗത്തിൽ മികച്ച ക്യാമറാമാനായി ദേശാഭിമാനിയിലെ സുമേഷ് കൊടിയത്തും റിപ്പോർട്ടറായി ദേശാഭിമാനിയിലെ തന്നെ NP സുജിലേഷും പുരസ്കാരം നേടി. ദൃശ്യമാധ്യമ വിഭാഗത്തിൽ മികച്ച ക്യാമറാമാനായി മനോരമ ന്യൂസിലെ ലിജിൻ VPക്കും പുരസ്കാരം ലഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, കലക്ടർ അരുൺ K. വിജയൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ TJ അരുൺ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൻ ജോൺ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PP വിനീഷ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ സൗമ്യ മത്തായി എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.